തിരുസഭയുടെ മാതാവിന്റെ തിരുനാളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ ജൂബിലി ആചരണത്തിന്റെ ഭാഗമായി അസാധാരണ ശുശ്രൂഷകൾക്കാണ് ജൂൺ 9 വത്തിക്കാൻ വേദിയായത്. രാവിലെ വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ സിസ്റ്റർ മരിയ ഗ്ലോറിയ റിവ നൽകിയ ധ്യാനചിന്തകളിൽ വിശ്വാസികളിൽ ഒരുവനായി ലയോ 14 പാപ്പയും പങ്കുചേർന്നു. ഇഹലോകവാസം വെടിയും മുമ്പ് ഫ്രാൻസിസ് പാപ്പ തീരുമാനിച്ചിരുന്ന പ്രകാരമാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ ജൂബിലി ആഘോഷങ്ങൾ സിസ്റ്റർ മരിയയുടെ ധ്യാനചിന്തകളോടെ ആരംഭിച്ചത്. നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നതാണ് പ്രത്യാശിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞ സിസ്റ്റർ മരിയ പരിശുദ്ധ കുർബാനയും പരിശുദ്ധ മറിയവും നമ്മെ പ്രത്യാശയിൽ വളർത്തുന്നുവെന്നും പങ്കുവച്ചു. തുടർന്ന് ലയോ 14 പാപ്പയുടെ നേതൃത്വത്തിൽ തീർത്ഥാടനം നടത്തപ്പെട്ടു. ഒരു യുവതിയുടെ കയ്യിൽ നിന്നും കുരിശ് സ്വീകരിച്ച പരിശുദ്ധ പിതാവ് കാൽനടയായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വിശുദ്ധവാതിൽ ലക്ഷ്യമാക്കി നടന്നു. ചത്വരത്തിലൂടെ കടന്നുപോയ തീർത്ഥാടനം ബസിലിക്കയുടെ പടവുകൾ കയറി വിശുദ്ധവാതിലിലൂടെ പ്രവേശിക്കുകയായിരുന്നു. പരിശുദ്ധ സിംഹാസനത്തിലെ കർദിനാൾമാർ, ബിഷപ്പുമാർ, വൈദികർ, സന്യസ്തർ, അൽമായർ എന്നിവർ തീർത്ഥാടനത്തിൽ പങ്കാളികളായി. തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലിക്ക് പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറിയത്തിന്റെ മാതൃത്വത്തിന് കുരിശിന്റെ രഹസ്യത്തിലൂടെ കൈവന്ന പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയ പാപ്പ അതോടെ പരിശുദ്ധ അമ്മ പുതിയ ഹവ്വയായി മാറിയെന്നും രക്ഷാകരമായ തന്റെ മരണത്തിൽ യേശു തന്റെ അമ്മയെ പങ്കാളിയാക്കിയെന്നും അടിവരയിട്ട് പറഞ്ഞു. സഭയുടെ ഫലദായകത്വത്തിന്റെ മാതൃക പരിശുദ്ധ അമ്മ തന്നെയാണെന്നും സഭയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും എല്ലാ ഫലങ്ങളും ക്രിസ്തുവിന്റെ കുരിശിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. സഭയുടെ സന്തോഷം തന്റെ മക്കളുടെ വിശുദ്ധിയിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞ പാപ്പ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്വഭാവം തന്നെ വിശുദ്ധിയായിരിക്കണമെന്നും കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.